നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ വെനസ്വേലയുടെ പ്രസിഡന്റിൻ്റെയും ഭാര്യയെയും നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്ന വേളയിലാണ് നമ്മുടെ UK-യുടെ ഒരു MP പറഞ്ഞിട്ടുള്ളത്, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹം കുറച്ച് നാളുകളായി, കുറേ വർഷങ്ങളായി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകളാണ് പല വിഷയങ്ങളിലും എടുത്തിട്ടുള്ളത് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അതുമാത്രമല്ല, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നും ഇദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിലുള്ള തൻ്റെ ദീർഘകാലമായുള്ള പിന്തുണയാണ് ഈ ബ്രിട്ടീഷ് MP ബോബ് ബ്ലാക്ക്മാൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ജമ്മു കാശ്മീർ മുഴുവൻ വീണ്ടും ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പാകിസ്ഥാൻ്റെ നിയന്ത്രണം തുടരുന്നതിനെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും ചെയ്തു. അത് ഒരു ഭരണത്തിലെ ഒരു നാടിന് അതൊരു ബുദ്ധിമുട്ടാണെന്നും ഒരു പ്രദേശത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ കുറച്ച് ഭാഗം മറ്റുള്ളവർ കൈവയ്ക്കുന്നത് അല്ലെങ്കിൽ കൈവശം വയ്ക്കുന്നത് ഒരു രാജ്യത്തിന് തന്നെ അത് ദോഷകരമായി ഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ ജമ്മു കാശ്മീർ പൂർണ്ണമായും പാക് അധിനിവേശ കാശ്മീർ എന്ന രീതിയിൽ വിട്ടുകൊടുക്കാതെ അത് ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തെ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും ചെയ്തു. കാരണം അത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ തുടരേണ്ട കാര്യമില്ല, അത് ഇന്ത്യ കൈവശം വയ്ക്കേണ്ട സ്ഥലമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത്. ജയ്പൂരിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ നടന്ന ഒരു ഹൈ ടീ പരിപാടിയിലാണ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ അഭിപ്രായങ്ങൾ 1990കളുടെ തുടക്കത്തിലെ സംഭവങ്ങളിൽ വേരൂന്നിയതാണെന്നും പ്രത്യേകിച്ച് കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തോടെ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. 2019 കേന്ദ്ര സർക്കാരിൻ്റെ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിക്കിൾ 370 റദ്ദാക്കണമെന്ന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയപ്പോൾ മാത്രമല്ല താൻ ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്നും ജമ്മു കാശ്മീരിൽ നിന്ന് കാശ്മീരി പണ്ഡിറ്റുകളെ പുറത്താക്കിയ 1992 താൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബ്രിട്ടീഷ് MP ബോബ് ബ്ലാക്ക്മാൻ പറഞ്ഞു. ആ സമയത്ത് നടന്ന, അതായത് 1990കളുടെ തുടക്കത്തിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ബ്ലാക്ക്മാൻ കുടിയിറക്കപ്പെട്ട സമൂഹം നേരിടുന്ന ഗുരുതരമായ അനീതി സംബന്ധിച്ച കാര്യത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കാൻ UK-യിൽ ശ്രമങ്ങൾ നടന്നിരുന്നതായും വ്യക്തമാക്കി. ആ സമയത്ത് തങ്ങൾ ഒരു വലിയ യോഗം വിളിച്ചുകൂട്ടി. ഇത് തെറ്റാണെന്നും അന്യായമാണെന്നും ജനങ്ങളോട് പറഞ്ഞു. മതത്തിൻ്റെയും പശ്ചാത്തലത്തിൻ്റെയും പേരിൽ മാത്രമാണ് ആളുകളെ അവരുടെ പൂർവികരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയത്. മേഖലയിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെ താൻ നിരന്തരം അപലപിച്ചിട്ടുണ്ടെന്നും ജമ്മു കാശ്മീരിൻ്റെ ചില ഭാഗങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന നിയന്ത്രണത്തെ താൻ മുൻപും അപലപിച്ചിട്ടുണ്ടെന്നും ബ്ലാക്ക്മാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെയും ബ്ലാക്ക്മാൻ അപലപിച്ചിരുന്നു. 2025 ജൂലൈയിൽ സാമൂഹിക മാധ്യമമായ X-ൽ പങ്കുവച്ച പോസ്റ്റിൽ ഈ സംഭവത്തെ ബ്ലാക്ക്മാൻ അപലപിച്ചിരുന്നു. സമാധാനം നിലനിൽക്കുന്നതിൽ എനിക്ക് ആശ്വാസമുണ്ട്, പക്ഷേ വെടിനിർത്തൽ ഇപ്പോഴും ദുർബലമാണ്. ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ ആഴത്തിലുള്ള സുരക്ഷാ ബന്ധം തേടുമ്പോൾ തീവ്രവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അന്ന് UK പാർലമെന്റിൽ സംസാരിച്ച ബ്ലാക്ക്മാൻ ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെയും പരാമർശിച്ചു. അതുപോലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും തുടർന്നുള്ള ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരും ഉണ്ടായി. 26 പേരുടെ ജീവൻ അപഹരിച്ച നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ആ ക്രൂരമായ ആക്രമണത്തിൽ ഞാൻ ഇപ്പോഴും ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നാണ് ബ്രിട്ടീഷ് MP ബോബ് ബ്ലാക്ക്മാൻ ജയ്പൂരിൽ പറഞ്ഞത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പാകിസ്ഥാന് കൃത്യമായ പങ്കുണ്ടെന്നും ബ്ലാക്ക്മാൻ ആരോപിച്ചു. കാശ്മീർ പണ്ഡിറ്റുകൾക്കൊപ്പം കാശ്മീർ
താഴ്വരയിലേക്ക് മടങ്ങാനുള്ള അവരുടെ അവകാശത്തിനും ഇന്ത്യയുടെ ജനങ്ങളെയും പ്രദേശത്തെയും സംരക്ഷിക്കാനുള്ള പരമാധികാരത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഈ ഭീകരത ജമ്മു കാശ്മീരിൽ തുടരുന്നത് വളരെ അതിര് കടന്നതാണ് എന്നാണ് ബ്ലാക്ക്മാൻ പറഞ്ഞത്. ജൂണിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഗ്ലോബൽ ഔട്ട്റീച്ചിനിടെ ബ്ലാക്ക്മാൻ പാകിസ്ഥാനെ പരാജയപ്പെട്ട രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുകയും അതിൻ്റെ സിവിൽ സൈനിക സന്തുലിതാവസ്ഥയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആരാണ് ചുമതല വഹിക്കുന്നത്? ജനാധിപത്യമോ അതോ ജനറൽമാരോ? പാകിസ്ഥാനിൽ നിന്ന് പരമാധികാര ഇന്ത്യയിലേക്ക് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുവെന്ന് വ്യക്തമാണ്, ബ്ലാക്ക്മാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഏതായാലും ഇന്നലെ ജയ്പൂരിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ നടന്ന ഒരു ഹൈറ്റി പരിപാടിയിൽ സംസാരിച്ച ബ്ലാക്ക്മാൻ പറഞ്ഞ ഈ പരാമർശങ്ങളല്ല, ഈ വസ്തുതകൾ ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങുകയാണ്. മാത്രമല്ല പാക് അധീന കാശ്മീർ, അതുപോലെ പാകിസ്ഥാന് ജമ്മു കാശ്മീരിൻ്റെ പൂർണ്ണമായ ഭാഗം, ഇതെല്ലാം ഇന്ത്യ വളരെ നാളുകളായി നരേന്ദ്രമോദി ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാക്കും എന്ന് ഉറപ്പിച്ചും പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമായി തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ബ്ലാക്ക്മാൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ ലോകം കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ പാക് വിഷയത്തിൽ പാകിസ്ഥാൻ പറഞ്ഞു നടക്കുന്ന കള്ളങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യയുടെ അവകാശവാദമല്ല, ഇന്ത്യയുടെ സത്യസന്ധമായ വസ്തുതകൾ നിരത്തിയുള്ള ഇന്ത്യയുടെ അഭിപ്രായത്തോട് ഏറെ നീതി ഉണർത്തുന്നതാണ് ഇപ്പോൾ ബ്ലാക്ക്മാൻ പുറപ്പെടുവിച്ച ഈ പ്രസ്താവനകൾ കൂടി വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ഇന്ത്യ പറയുന്നത് കാര്യമാണെന്നും ഇന്ത്യയിലെ തീവ്രവാദ ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാകിസ്ഥാൻ മാത്രമാണെന്നും, മാത്രമല്ല പാക് അധീനവകാശ കാശ്മീർ, ജമ്മുവിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം തുടങ്ങി ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ ഇന്ത്യ തന്നെ ഭരിക്കണമെന്നും ഇന്ത്യയോടൊപ്പം ചേർക്കണമെന്നുമുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തിന് അത് കൂടുതൽ ബലം നൽകുന്നു എന്നുള്ളതും മറ്റു ലോകരാഷ്ട്രങ്ങൾ ഇനി ഈ കാര്യവും ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യും എന്നുള്ള കാര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും അതുപോലെയൊക്കെ വരട്ടെ. നാളെ ഈ നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ പാകിസ്ഥാൻ കൈയിൽ വെച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടട്ടെ, തിരിച്ച് നേടിയെടുക്കാൻ ഭാരതത്തിന് കഴിയട്ടെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.